മോളിക്കുലാർ ബേസിസ് ഓഫ് ഇൻഹെറിറ്റൻസിന്റെ 8ാമത്തെ സെഷനാണ് നമ്മൾ ഈ ക്ലാസ്സിൽ പഠിക്കുന്നത്. ട്രാൻസ്ക്രിപ്ഷൻ, അതാണ് ഇന്ന് നമ്മൾ പഠിക്കുന്ന ടോപ്പിക് കേട്ടോ. ഈ ജനറ്റിക് ഇൻഫർമേഷൻ DNA-ന്ന് RNA-യിലേക്ക് കോപ്പി ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ ട്രാൻസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്. അതായത് DNA-ന്ന് ജനറ്റിക് ഇൻഫർമേഷൻ RNA-യിലേക്ക് കോപ്പി ചെയ്ത് ആ RNA ആണ് ജനറ്റിക് ഇൻഫർമേഷനെ സൈറ്റോപ്ലാസത്തിലേക്ക് കൊണ്ടുവന്ന് സൈറ്റോപ്ലാസത്തിലെ ആ ഇൻഫർമേഷനെ ഡീകോഡ് ചെയ്ത് പ്രോട്ടീനാക്കി മാറ്റും. അപ്പൊ അതിനു വേണ്ടിയിട്ട് DNA-ന്ന് RNA സിന്തസൈസ് ചെയ്യുന്ന ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ട്രാൻസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ റിപ്ലിക്കേഷന്റെ അതേ പ്രിൻസിപ്പിൾ തന്നെയാണ് ഫോളോ ചെയ്യുന്നതെങ്കിലും ട്രാൻസ്ക്രിപ്ഷന്റെ സമയത്ത് ഈ ടെംപ്ലേറ്റ് സ്ട്രാൻഡുമേ, അതായത് ഒരു DNA-യുടെ ടെംപ്ലേറ്റ് സ്ട്രാൻഡുമേ, യു ജസ്റ്റ് ഇമാജിൻ ദ DNA ഈസ് ദിസ് വൺ. DNA ഈ കാണുന്ന ഒരു DNA ആണെന്നിരിക്കട്ടെ. ഈ DNA സ്ട്രാൻഡ് ട്രാൻസ്ക്രൈബ് ചെയ്യുന്നത് ഈ ഒരു പർട്ടിക്കുലർ റീജിയനിലാണ് അത് ട്രാൻസ്ക്രൈബ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ ട്രാൻസ്ക്രൈബ് ചെയ്യുന്ന ഈ ഒരു റീജിയൻ ഒരെണ്ണം ടെംപ്ലേറ്റ് സ്ട്രാൻഡ് ആയിട്ട് ആക്ട് ചെയ്യും. ഇത് 5' 3' സ്ട്രാൻഡും ഇത് 3' 5' സ്ട്രാൻഡും വന്നിരിക്കട്ടെ. അപ്പോൾ ഈ 3' 5' സ്ട്രാൻഡാണ് ഇവിടെ ടെംപ്ലേറ്റ് സ്ട്രാൻഡ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. എന്നിട്ട് ഈ 3' 5' സ്ട്രാൻഡിൽ ഒരു പുതിയ DNA സ്ട്രാൻഡ് സിന്തസൈസ് ചെയ്യും. ആ പുതിയ DNA സ്ട്രാൻഡാണ് എന്തെന്ന് പറയുന്നത്, DNA സ്ട്രാൻഡല്ല, പുതിയൊരു RNA സ്ട്രാൻഡ് സിന്തസൈസ് ചെയ്യും 5' 3' ഡയറക്ഷനിൽ. ഇതാണ് ഈ ഒരു പ്രോസസ്സ്. ഇത് സിന്തസൈസ് ചെയ്യുന്ന ഈ ഒരു പ്രോസസ്സിനെ നമ്മൾ ട്രാൻസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്. ഇത് എന്ത് സ്ട്രാൻഡാണ്? RNA സ്ട്രാൻഡാണ്. അതുകൊണ്ട് തന്നെ ഒരു DNA സ്ട്രാൻഡിൽ RNA സ്ട്രാൻഡ് സിന്തസൈസ് ചെയ്യുമ്പോൾ അതിന് അഡിനിൻ ഇവിടെ ഇരുന്നാൽ ഇതിന് ആയിട്ട് ഈ അഡിനിന് ആഡ് ചെയ്ത് കൊടുക്കുന്ന, അതിന് കോംപ്ലിമെന്ററി ആയിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്ന ന്യൂക്ലിയോടൈഡ് എപ്പോഴും യുറാസിലായിരിക്കും. യുറാസിൽ കണ്ടെയ്ൻ ചെയ്യുന്ന ന്യൂക്ലിയോടൈഡ് ആയിരിക്കും ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഇൻസ്റ്റെഡ് ഓഫ് തൈമിൻ. അതൊരു വ്യത്യാസമാണ് DNA റിപ്ലിക്കേഷനിൽ നിന്ന് ട്രാൻസ്ക്രിപ്ഷനിലേക്ക് നോക്കുമ്പോൾ. അതായത് DNA റിപ്ലിക്കേഷനിൽ DNA തന്നെയാണ് റിപ്ലിക്കേറ്റ് ചെയ്ത് വരുന്നത്. അതായത് പുതിയ DNA ടെംപ്ലേറ്റ് സ്ട്രാൻഡും ഒരു പുതിയ DNA ആണ് ഉണ്ടാകുന്നത്. അതേസമയം ട്രാൻസ്ക്രിപ്ഷൻ പ്രോസസ്സിൽ RNA ആണ് ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ അഡിനിന് പകരം അവിടെ യുറാസിലായിരിക്കും, അഡിനിന് പെയറായിട്ട് യുറാസിലായിരിക്കും വരുന്നത് ഇൻസ്റ്റെഡ് ഓഫ് തൈമിൻ. തൈമിന് പകരമായിട്ട് യുറാസിലായിരിക്കും വരുന്നത് RNA സിന്തസൈസ് ചെയ്യുമ്പോൾ. ഇനി ഈ DNA ട്രാൻസ്ക്രിപ്ഷൻ നടക്കുന്ന സമയത്ത് റിപ്ലിക്കേഷൻ എന്നുള്ള വേറൊരു വ്യത്യാസം. റിപ്ലിക്കേഷൻ എന്ന് പറയുന്ന കംപ്ലീറ്റ് DNA സിന്തസൈസ് ചെയ്യും, കംപ്ലീറ്റ് DNA റിപ്ലിക്കേറ്റ് ചെയ്യും. അതേസമയം ഈ ട്രാൻസ്ക്രിപ്ഷൻ എന്ന് പറയുന്ന പ്രോസസ്സിൽ ആ DNA-ന്ന് ഒരു ഇൻഫർമേഷൻ എടുത്തുകൊണ്ട് വരാൻ വേണ്ടിയിട്ട് ആണല്ലോ RNA ഉണ്ടാകുന്നത്. അപ്പോൾ ആ ഇൻഫർമേഷൻ എന്ന് പറയുന്ന ഒരു ജീനിന്റെ അകത്ത് എൻകോഡ് ചെയ്തേക്കുന്ന അത്ര ഇൻഫർമേഷനൊക്കെ ഉണ്ടാവുള്ളൂ. എന്ന് പറഞ്ഞാൽ ടോട്ടൽ DNA-നെ ട്രാൻസ്ക്രൈബ് ചെയ്യേണ്ട ആവശ്യമില്ല. ടോട്ടൽ DNA-നെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യണം. പക്ഷേ റിപ്ലിക്കേഷൻ സമയത്ത് അത് ടോട്ടൽ DNA-നെ റിപ്ലിക്കേറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ ട്രാൻസ്ക്രിപ്ഷന്റെ സമയത്ത് ഒരു സെഗ്മെന്റ് DNA ഒരു കുറച്ച് ഏരിയ മാത്രമാണ് RNA ആയിട്ട് കോപ്പി ചെയ്യുന്നുള്ളൂ. യു ജസ്റ്റ് ഇമാജിൻ ഇതൊരു പ്രോട്ടീൻ ആണെന്നിരിക്കട്ടെ, ഈ കാണുന്നത് ഇതൊരു പ്രോട്ടീൻ അല്ല, ഒരു ജീൻ ആണെന്നിരിക്കട്ടെ, അതായത് ഫങ്ഷണൽ സീക്വൻസ് ഓഫ് DNA ആണെന്നിരിക്കട്ടെ. അപ്പൊ ഈ ഫങ്ഷണൽ സീക്വൻസ് ഓഫ് DNA മാത്രം, അത്രയും ഭാഗം മാത്രം എന്തുണ്ടായാൽ മതി? RNA ഉണ്ടായാൽ മതി. അപ്പൊ അത്രയും ഭാഗത്തെ മാത്രം ആണ് RNA സിന്തസൈസ് ചെയ്യുള്ളൂ. അപ്പൊ ഇത്രയും ഭാഗം മാത്രമാണ് RNA സിന്തസൈസ് ചെയ്യുള്ളൂ. അതും ഒരു സ്ട്രാൻഡേ സിന്തസൈസ് ചെയ്യുള്ളൂ. 3' 5' സ്ട്രാൻഡിൽ 5' 3' ഡയറക്ഷനിൽ ഒരൊറ്റ സ്ട്രാൻഡ് മാത്രമേ സിന്തസൈസ് ചെയ്യുള്ളൂ. കാരണം എന്താണ്? അതിന് ഒരു ഇൻഫർമേഷൻ ആണ് ക്യാരി ചെയ്യുന്നത്. ആ ഒരു ഇൻഫർമേഷൻ ഒരു RNA-യിലാണ് എൻക്ലോസ് ചെയ്യുന്നത്. ആ ഒരു RNA-യിൽ ആ കംപ്ലീറ്റ് ഇൻഫർമേഷനും ഉൾക്കൊള്ളിച്ചുകൊണ്ട്, ആ ഒരു ജീനിന്റെ ഇൻഫർമേഷൻ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ആ ഒരു RNA ആണ് ട്രാൻസ്ക്രൈബ് ചെയ്ത് പുറത്തേക്ക് വരുന്നത് കേട്ടോ. ഇനി അതുകൊണ്ട് തന്നെ ട്രാൻസ്ക്രിപ്ഷൻ ഒരു ചെറിയ യൂണിറ്റിൽ മാത്രം നടക്കുന്നത്, ചെറിയൊരു ജീനിൽ മാത്രം, അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ DNA ഷോർട്ട് സെഗ്മെന്റ് ഓഫ് DNA-യിൽ മാത്രം നടക്കുന്നത് കൊണ്ട് അവിടെ ഒരു ഡിമാർക്കേറ്റ് റീജിയൻ, അതായത് ആ ബൗണ്ടറി നിശ്ചയിക്കുന്ന ഒരു ലിമിറ്റ് ഉണ്ടാവണം. അതായത് ഒരു ട്രാൻസ്ക്രിപ്ഷൻ യൂണിറ്റ് എന്ന് പറയുന്നത്, അതായത് പ്രൊമോട്ടർ, ടെർമിനേറ്റർ, അങ്ങനെയൊക്കെ ഒരു ട്രാൻസ്ക്രിപ്ഷൻ യൂണിറ്റ് ഉണ്ടല്ലോ. അപ്പോൾ ചിലപ്പോൾ ഈ ട്രാൻസ്ക്രിപ്ഷൻ യൂണിറ്റിൻ്റെ ഇത്രയും ഭാഗം പ്രൊമോട്ടർ ആയിരിക്കാം, ഇത്രയും ഭാഗം ടെർമിനേറ്റർ ആയിരിക്കാം. അപ്പോൾ ഇത് പ്രൊമോട്ടറും ഇത് ടെർമിനേറ്ററും ആയിട്ട് ആക്ട് ചെയ്താൽ ട്രാൻസ്ക്രിപ്ഷൻ ഇവിടെ സ്റ്റാർട്ട് ചെയ്ത് ഇവിടെ തന്നെ സ്റ്റോപ്പ് ചെയ്യും. അതായത് അതിനൊരു ലിമിറ്റ് ഉണ്ടാവും, ഒരു ബൗണ്ടറി ഉണ്ടാവും. എപ്പോഴും ട്രാൻസ്ക്രിപ്ഷൻ സ്റ്റാർട്ട് ചെയ്യാനും അതേപോലെ തന്നെ സ്റ്റോപ്പ് ചെയ്യാനും എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ ഈ ഒരു പാരഗ്രാഫിലെ ഇൻഫർമേഷൻ ആണ് കേട്ടോ പറഞ്ഞത്, അതൊന്ന് വായിച്ചു നോക്കാം. ദ പ്രോസസ് ഓഫ് കോപ്പിംഗ് ജനറ്റിക് ഇൻഫർമേഷൻ ഫ്രം one strand of the DNA into RNA is termed as transcription. Here also, the principle of complementarity governed the process of transcription, except the adenosine complements now form base pair with uracil instead of thymine. However, unlike in the process of replication, which once said
വൺസ് സെറ്റ് ഇൻ ദ ടോട്ടൽ DNA ഓഫ് ആൻ ഓർഗാനിസം ഗെറ്റ് ഡ്യൂപ്ലിക്കേറ്റഡ്. ഒരിക്കൽ റിപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്താൽ കംപ്ലീറ്റ് DNA ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുന്നതാണ് പറയുന്നത്. ഇൻ ട്രാൻസ്ക്രിപ്ഷൻ ഓൺലി എ സെഗ്മെന്റ് ഓഫ് DNA ആൻഡ് ഓൺലി വൺ ഓഫ് ദ സ്ട്രാൻഡ് ഈസ് കോപ്പീഡ് ഇൻ ടു RNA. ഒരു ചെറിയ സെഗ്മെന്റ് ഓഫ് DNAയും അതേപോലെ തന്നെ ഒരു ഒറ്റ സെഗ്മെന്റ് മാത്രമാണ് കോപ്പി ചെയ്യുള്ളൂ ട്രാൻസ്ക്രിപ്ഷനിൽ. ദിസ് നെസസിറ്റേറ്റ് ഡിഫൈനിങ് ബൗണ്ടറീസ് ദാറ്റ് വുഡ് ഡിമാർക്കേറ്റ് ദ റീജിയൻ ആൻഡ് ദ സ്ട്രാൻഡ് ഓഫ് DNA ദാറ്റ് വുഡ് ബി ട്രാൻസ്ക്രൈബ്ഡ്. അതുകൊണ്ട് തന്നെ ഇവർക്കൊരു ബൗണ്ടറി ആവശ്യമുണ്ട്. അപ്പോൾ ആ ട്രാൻസ്ക്രിപ്ഷൻ യൂണിറ്റിന്റെ ഫസ്റ്റ് റീജിയൻ പ്രൊമോട്ടറിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തത് ടെർമിനേറ്റർ, അവസാനത്തെ റീജിയനിലുള്ള ടെർമിനേറ്ററിൽ വരെ വന്ന് എൻഡ് ചെയ്യാണ് ചെയ്യുന്നത് ട്രാൻസ്ക്രിപ്ഷൻ പ്രോസസ്സ്. ഇനി എന്തുകൊണ്ടാണ് ഈ ട്രാൻസ്ക്രിപ്ഷനിൽ 2 DNA സ്ട്രാൻഡും കോപ്പി ചെയ്യാത്തത്? ആ 2 DNA സ്ട്രാൻഡും ടെംപ്ലേറ്റ് ആയിട്ട് ആക്ട് ചെയ്തായിരുന്നെങ്കിൽ 2 RNA മോളിക്യൂൾ കിട്ടില്ലായിരുന്നോ? പക്ഷെ 2 RNA മോളിക്യൂൾ കിട്ടുമ്പോൾ 2 RNA മോളിക്യൂളും 2 തരത്തിലുള്ള സീക്വൻസ് ആയിരിക്കും പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതായത് 2 ഇൻഫർമേഷൻ ആയിരിക്കും പ്രൊഡ്യൂസ് ചെയ്യുന്നത്. കാരണം എന്താ, ഈ സ്ട്രാൻഡിന് കോംപ്ലിമെന്ററി സ്ട്രാൻഡ്, ഇതിന്റെ അതേപോലെ തന്നെ സ്ട്രാൻഡ് അല്ല ഈ സ്ട്രാൻഡ്, അല്ലെ? ഇതൊരു സ്ട്രാൻഡ്, അതിന്റെ നേരെ കോംപ്ലിമെന്ററി സ്ട്രാൻഡാണിത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം ഞാനിവിടെ ഒരു DNA സ്ട്രാൻഡ് വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ സി ഹിയർ, ആ DNA സ്ട്രാൻഡിലെ ഇൻഫർമേഷൻസും അതായത് ബേസസും ഞാനിവിടെ എഴുതി വെക്കാം. സി ഹിയർ, അപ്പോൾ ഞാനിവിടെ ഇവിടെയുള്ള ബേസസ് AT, GC, TA, ഇത്രയും ബേസസ് ഉണ്ട്. ഇനി ഇവിടെയുള്ള ഈ സ്ട്രാൻഡ് എന്ന് പറയുന്നത് സി ഹിയർ TA, CG, AT, അല്ലേ? ഇത് 5' 3' സ്ട്രാൻഡാന്നിരിക്കട്ടെ. ഇത് 5' 3' സ്ട്രാൻഡാ. ഇത് 3' 5' സ്ട്രാൻഡാണ്, അല്ലേ? അപ്പോൾ ഇതിൽ നിന്നുണ്ടാകുന്ന ഈ 3' 5' സ്ട്രാൻഡിൽ നിന്ന് ഉണ്ടാകുന്ന RNA എങ്ങനെയായിരിക്കും നോക്കിക്കേ. 3' 5' സ്ട്രാൻഡിൽ നിന്ന് ഉണ്ടാകുന്ന RNA ഇത് T ആണ്. അപ്പോൾ ഇതിവിടെ A വരും, ഇവിടെ U വരും, ഇവിടെ G വരും, ഇവിടെ C വരും, ഇവിടെ U വരും, ഇവിടെ A വരും. അപ്പോൾ AUG CUA ഇങ്ങനെ ഒരു സ്ട്രാൻഡാണ് നമുക്ക് ഇവിടെ കിട്ടിയത് 5' 3' ഡയറക്ഷനിൽ. ഇനി ഇത് നോക്കിക്കേ, ഇത് കോപ്പി ചെയ്യുന്ന സമയത്ത് ഇത് ഇങ്ങോട്ടല്ലേ കോപ്പി ചെയ്യുക. അപ്പോൾ നോക്കിയേ, U വരും, ഇവിടെ A വരും, ഇവിടെ G വരും, ഇവിടെ C വരും, ഇവിടെ A വരും, ഇവിടെ U വരും. കേട്ടോ, ഇത് 5' 3' ഡയറക്ഷനിൽ വരച്ചു കഴിഞ്ഞ് കഴിയുമ്പോൾ ഏത് രീതിയിലായിരിക്കും നമുക്ക് വായിക്കാൻ പറ്റുന്നത്? UAG CAU, അല്ലേ? അതും ഇത് തമ്മിൽ വല്ല സാമ്യമുണ്ടോ? 2 തരത്തിലുള്ള RNA ഇത് കോപ്പി ചെയ്ത് വന്നേക്കുന്ന ഈ ഒരു DNA സ്ട്രാൻഡിൽ നിന്ന്. അപ്പോൾ 2 DNA സ്ട്രാൻഡും ടെംപ്ലേറ്റ് ആയിട്ട് ആക്ട് ചെയ്ത 2 ഡിഫറെൻറ്റ് ടൈപ്സ് ഉള്ള RNA ആയിരിക്കും ഉണ്ടാകുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ 2 DNA സ്ട്രാൻഡ് ഒരുപോലത്തെ അല്ല, അത് രണ്ടും കോംപ്ലിമെന്ററി ആണ്. അപ്പോൾ ഇതിന് കോംപ്ലിമെന്ററി ആയിട്ടുള്ള RNA ഇവിടെ ഉണ്ടാവും, ഇതിന് കോംപ്ലിമെന്ററി ആയിട്ടുള്ള RNA ഇതാ ഇവിടെ ഉണ്ടാവും. അപ്പോൾ 2 തരത്തിലുള്ള ഇൻഫർമേഷൻ പാസ് ചെയ്യാൻ കാരണമാവും. നമ്മൾ പഠിച്ചേക്കുന്നത് എന്താണ്? എ ഡിസ്ക്രീറ്റ് സെഗ്മെന്റ് ഓഫ് DNA വിച്ച് ക്യാൻ കൺട്രോൾ എ പർട്ടിക്കുലർ ക്യാരക്ടർ ഈസ് കോൾഡ് ആസ് ജീൻ എന്നാ പറയുന്നത്. ഒരു പർട്ടിക്കുലർ ക്യാരക്ടർ എന്നാ പറയുന്നത്. അപ്പോൾ ഒരു പർട്ടിക്കുലർ ക്യാരക്ടറിന് ഒരു ഇൻഫർമേഷൻ മതി, 2 ഇൻഫർമേഷൻ വേണ്ട, അല്ലേ? ഒരു ക്യാരക്ടറിനെ കൺട്രോൾ ചെയ്യുന്ന ഒരു ഡിസ്ക്രീറ്റ് സെഗ്മെന്റ് ഓഫ് DNAനെയാണ് നമ്മൾ എന്ത് പറയാ, ഒരു ജീൻ എന്ന് പറയുന്നത്. അപ്പോൾ ആ ജീന് ട്രാൻസ്ക്രൈബ് ചെയ്ത് അതിനകത്തുള്ള ഇൻഫർമേഷൻ എടുക്കുമ്പോൾ ആ ഒരു ഇൻഫർമേഷൻ മാത്രം മതി, 2 ഇൻഫർമേഷൻ്റെ ആവശ്യമില്ല. 2 ഇൻഫർമേഷൻ കിട്ടിയാൽ 2 തരത്തിലുള്ള ഇൻഫർമേഷൻ ആയി പോവും. അപ്പം നമുക്ക് എന്താ പറയുക, ഇങ്ങനെയൊരു ആ ഒരു എന്താ പറയുക, ഇതിൽ നിന്നുണ്ടാകുന്ന അമിനോ ആസിഡിൻ്റെ സീക്വൻസും പ്രോട്ടീനും ഒക്കെ ഡിഫറെൻ്റ് ആയി പോവും. അതേപോലെ തന്നെ അത് കൺഫ്യൂഷൻ ഉണ്ടാക്കാനും കാരണമാവും. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്രോട്ടീൻ ഒരു സെഗ്മെൻറ്റ് ഓഫ് DNA ഫോം ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും, കേട്ടോ. അതുകൊണ്ട് തന്നെ ഇത് ഒരൊറ്റ DNA സ്ട്രാൻഡ് മാത്രമാണ് കോപ്പി ചെയ്യുള്ളൂ. അതേപോലെ നെക്സ്റ്റ് വൺ, ഈ RNA 2 സിന്തസൈസ് ചെയ്താലുള്ള കുഴപ്പം നോക്കിയേ. ഈ യുയും എയും കൂടെ ഇവിടെ പെയർ ചെയ്യില്ലേ, ഈ എയും യുയും കൂടെ ഇവിടെ പെയർ ചെയ്യില്ലേ, സിയും ജിയും കൂടെ ഇവിടെ പെയർ ചെയ്യില്ലേ, ജിയും സിയും കൂടെ പെയർ ചെയ്യില്ലേ, എയും യുയും എയും പെയർ ചെയ്യും, അല്ലേ? അപ്പോൾ നോക്കിയേ, ഇങ്ങനെ ഒരു 2 RNA സ്ട്രാൻഡ് ഇവിടുന്ന് ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് രണ്ടും കൂടി കോംപ്ലിമെന്ററി ആയതുകൊണ്ട് അത് ഡബിൾ സ്ട്രാൻഡഡ് ആയിട്ട് കാണും. അപ്പോൾ പിന്നെ ഈ കോംപ്ലിമെന്ററി ഡബിൾ സ്ട്രാൻഡഡ് ആയിട്ടിരിക്കുന്ന അടഞ്ഞിരിക്കുന്ന ഈ സാധനത്തിന് നമുക്ക് കിട്ടിയിട്ട് വല്ല കാര്യമുണ്ടോ? ഈ RNA വന്നിട്ട് പെയർ ചെയ്തിട്ട് ഇതാ ഇങ്ങനെ കാണും. ഇതൊരു RNA ഡബിൾ സ്റ്റാൻഡേർഡ് സ്ട്രക്ചർ ആയിട്ട് മാറും. ആ ഡബിൾ സ്റ്റാൻഡേർഡ് സ്ട്രക്ചർ ആയിട്ട് മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ജനറ്റിക് കോഡോണിനെ റീഡ് ചെയ്ത് അതിന് കറസ്പോണ്ടൻ്റ് ആയിട്ടുള്ള അമിനോ ആസിഡിനെ കൊണ്ടു കൊടുക്കാൻ കഴിയില്ല. അതായത് ഈ ബേസസ് റീഡ് ചെയ്ത് കറസ്പോണ്ടൻ്റ് അമിനോ ആസിഡിനെ ഇവിടെ എത്തിക്കാൻ പറ്റില്ല ട്രാൻസ്ലേഷൻ പ്രോസസ്സിൽ. അതുകൊണ്ട് തന്നെ ഒരൊറ്റ സ്ട്രാൻഡ് മാത്രമാണ് ടെംപ്ലേറ്റ് സ്ട്രാൻഡ് ആയിട്ട് ആക്ട് ചെയ്യുള്ളൂ, കേട്ടോ. അപ്പോൾ അതൊന്ന് വായിച്ചു നോക്കാം. വൈ ബോത്ത് ദ സ്ട്രാൻഡ്സ് ആർ നോട്ട് കോപ്പീഡ് ഡ്യൂറിങ് ട്രാൻസ്ക്രിപ്ഷൻ ഹാസ് ദ സിമ്പിൾ ആൻസർ. എന്താണ്
രണ്ട് സ്ട്രാൻഡും കോപ്പി ചെയ്യാത്തത്? അതിനൊരു സിമ്പിൾ ആൻസർ നമുക്ക് പറയാം. ഫസ്റ്റ്, ഇഫ് ബോത്ത് സ്ട്രാൻഡ്സ് ആക്ട് ആസ് എ ടെംപ്ലേറ്റ് ദേ വുഡ് കോഡ് ഫോർ RNA മോളിക്യൂൾ വിത്ത് ഡിഫറെന്റ് സീക്വൻസ്. രണ്ടും ടെംപ്ലേറ്റ് ആയിട്ട് ആക്ട് ചെയ്ത രണ്ടിൽ നിന്നും രണ്ട് ഡിഫറെന്റ് ടൈപ്സിലുള്ള RNA ആയിരിക്കും പ്രൊഡ്യൂസ് ചെയ്യുന്നത്. കാരണം റിമെമ്പർ, കോംപ്ലിമെന്റാരിറ്റി ഡസ് നോട്ട് മീൻ ഐഡന്റിക്കൽ. കോംപ്ലിമെന്റാരിറ്റി എന്ന് പറയുന്നത് ഐഡന്റിക്കൽ എന്നെ അല്ല കാണിക്കുന്നത്. ആൻഡ് ഇൻ ടേൺ ഇഫ് ദേ കോഡ് ഫോർ പ്രോട്ടീൻ ദ സീക്വൻസ് ഓഫ് അമിനോ ആസിഡ് ഇൻ ദ പ്രോട്ടീൻ വുഡ് ബി ഡിഫറെന്റ്. അത് പ്രോട്ടീനെ കോഡ് ചെയ്യുകയാണെങ്കിൽ ആ രണ്ട് പ്രോട്ടീനും ഡിഫറെന്റ് ആയിട്ടുള്ള പ്രോട്ടീൻ ആയി പോകും. ഹെൻസ് വൺ സെഗ്മെന്റ് ഓഫ് DNA വുഡ് ബി കോഡിംഗ് ഫോർ ടു ഡിഫറെന്റ് പ്രോട്ടീൻസ്. അപ്പോൾ ഒരു സെഗ്മെന്റ് ഓഫ് DNA രണ്ട് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പ്രോട്ടീനെ കോഡ് ചെയ്യും. ആൻഡ് ദിസ് വുഡ് കോംപ്ലിക്കേറ്റ് ദ ജനറ്റിക് ഇൻഫർമേഷൻ ട്രാൻസ്ഫർ മെഷീനറി. അത് ജനറ്റിക് ഇൻഫർമേഷൻ ട്രാൻസ്ഫർ മെഷീനറിനെ കോംപ്ലിക്കേറ്റഡ് ആക്കും. സെക്കൻഡ് ഇഷ്യൂ എന്താണെന്ന് വെച്ചാൽ ദ ടു RNA മോളിക്യൂൾ ഇഫ് പ്രൊഡ്യൂസ് സൈമൾട്ടേനിയസ്ലി വുഡ് ബി കോംപ്ലിമെന്ററി ടു ഈച്ച് അതർ. രണ്ട് RNA മോളിക്യൂൾ ഒരേ സമയം പ്രൊഡ്യൂസ് ചെയ്താൽ അത് രണ്ടും കോംപ്ലിമെന്ററി ആയിരിക്കും ടു ഈച്ച് അതർ. ഹെൻസ് വുഡ് ഫോം എ ഡബിൾ സ്റ്റാൻഡേർഡ് RNA. അങ്ങനെയാകുമ്പോൾ ഒരു ഡബിൾ സ്റ്റാൻഡേർഡ് RNA ഫോം ചെയ്യും. ദിസ് വുഡ് പ്രിവെന്റ് RNA ഫ്രം ബീങ് ട്രാൻസ്ലേറ്റഡ് ഇൻ ടു പ്രോട്ടീൻ ആൻഡ് ദ എക്സസൈസ് ഓഫ് ട്രാൻസ്ക്രിപ്ഷൻ വുഡ് ബിക്കം എ ഫ്യൂട്ടൈൽ വൺ. അങ്ങനെ ഇത് അകടഞ്ഞിരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ RNA റീഡ് ചെയ്യാനും അതുപോലെ അമിനോ ആസിഡ് കറസ്പോണ്ടന്റ് അമിനോ ആസിഡ് ആഡ് ചെയ്യാനും പ്രോട്ടീൻ സിന്തസൈസ് ചെയ്യാനും കഴിയാതെ വരികയും അത് ട്രാൻസ്ക്രിപ്ഷൻ എന്നൊരു പ്രോസസ്സ് ഫ്യൂട്ടൈൽ പ്രോസസ്സായിട്ട് മാറുക, അതായത് ഒരു വേസ്റ്റ് പ്രോസസ്സായിട്ട് മാറാനും സാധ്യതയുണ്ടെന്നല്ല മാറുകയും ചെയ്യും. ഇനി നമുക്ക് ട്രാൻസ്ക്രിപ്ഷൻ യൂണിറ്റ് എന്താന്ന് നോക്കാം. ട്രാൻസ്ക്രിപ്ഷൻ യൂണിറ്റ് DNA ട്രാൻസ്ക്രിപ്ഷൻ യൂണിറ്റ് 3 റീജിയൻ ആയിട്ടാണ് ഡിഫൈൻ ചെയ്യുന്നത് കേട്ടോ. ഒന്ന് പ്രൊമോട്ടറും ഒന്ന് സ്ട്രക്ചറൽ ജീനും ഒന്ന് ടെർമിനേറ്ററും. ഞാൻ ഈ ഡയഗ്രാം വെച്ച് എക്സ്പ്ലെയിൻ ചെയ്തുതരാം. സി ഹിയർ, ഈ പ്രൊമോട്ടർ റീജിയൻ എന്ന് പറയുന്നത് DNA രണ്ട് സ്ട്രാൻഡിൽ 2 strands of DNA in the structural gene of a transcription യൂണിറ്റിന്റെ രണ്ട് ഭാഗത്തായിട്ടാണ് ഈ പറയുന്ന, അതായത് സ്ട്രക്ചറൽ ജീൻ ഈ പറയുന്ന പ്രൊമോട്ടറിനെയും അതുപോലെ ടെർമിനേറ്ററിനെയും കൊണ്ട് ഫ്ലാങ്ക് ചെയ്യപ്പെട്ട രീതിയിലാണ്. അതായത് അതിന്റെ നടുവിലായിട്ടാണ് ഈ സ്ട്രക്ചറൽ ജീൻ കാണുന്നത് എന്നർത്ഥം കേട്ടോ. അതായത് രണ്ട് സ്ട്രാൻഡ് ഓപ്പോസിറ്റ് പൊളാരിറ്റിയിൽ കാണുന്ന ഈ രണ്ട് സ്ട്രാൻഡ് 5' 3' ഡയറക്ഷനിൽ കാണുന്ന രണ്ട് സ്ട്രാൻഡിന്റെ രണ്ടറ്റത്തായിട്ട് പ്രൊമോട്ടറും അതേപോലെ തന്നെ ടെർമിനേറ്ററും കാണും. അതിന്റെ സെന്ററിലായിട്ടാണ് എന്ത് കാണുന്നത്? സ്ട്രക്ചറൽ ജീൻ കാണുന്നത്. ഈ സ്ട്രക്ചറൽ ജീനാണ് ശരിക്കും പറഞ്ഞാൽ എന്ത് ചെയ്തു വരുന്നത്? ട്രാൻസ്ക്രൈബ് ചെയ്ത് വരേണ്ടത് കേട്ടോ. ഈ രണ്ട് സ്ട്രാൻഡ് ഓപ്പോസിറ്റ് പൊളാരിറ്റിയിലാണ് കാണുന്നത്. ഒന്ന് 5' 3' ഡയറക്ഷനിലും ഒന്ന് 3' 5' ഡയറക്ഷനിലുമാണ് കാണുന്നത്. ഇനി ഇതിന്റെ അകത്ത് ടെംപ്ലേറ്റ് സ്ട്രാൻഡ് ആയിട്ട് ആക്ട് ചെയ്യുന്ന 3' 5' ഡയറക്ഷനിൽ കാണുന്നതാണ് കേട്ടോ. 3' 5' ഡയറക്ഷനിൽ കാണുന്ന ഈ നീല സ്ട്രാൻഡ് ആണ് എന്തായിട്ട് ആക്ട് ചെയ്യുന്നത്? ടെംപ്ലേറ്റ് സ്ട്രാൻഡ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന് ടെംപ്ലേറ്റ് സ്ട്രാൻഡിലാണ് പുതിയൊരു RNA സ്ട്രാൻഡ് സിന്തസൈസ് ചെയ്യുന്നത്. ഇനി ഈ അതർ സ്ട്രാൻഡ് 5' 3' സ്ട്രാൻഡിൽ ഈ 5' 3' സ്ട്രാൻഡ് ഉണ്ടല്ലോ, അതിന് നമ്മൾ കോഡിംഗ് സ്ട്രാൻഡ് എന്നാ പറയാ. അതിനെ അങ്ങനെ കോഡിംഗ് സ്ട്രാൻഡ് എന്ന് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഈ 3' 5' സ്ട്രാൻഡിൽ നിന്ന് സിന്തസൈസ് ചെയ്യുന്ന പുതിയ RNA അത് 5' 3' ഡയറക്ഷനിൽ സിന്തസൈസ് ചെയ്യുന്ന ഈ പുതിയ RNAയുടെ സീക്വൻസ് എക്സാക്ട്ലി സിമിലർ ടു ദ കോഡിംഗ് സ്ട്രാൻഡ് ആയിരിക്കും. പക്ഷെ അവിടെ ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത് തൈമിന് പകരം യുറാസിലായിരിക്കും വരുന്നത്. അതായത് ഇവിടെ അഡിനിൻ ആണെങ്കിൽ ഇവിടെ പെയർ ചെയ്യുമ്പോൾ അത് യുറാസിലായിട്ടായിരിക്കും പെയർ ചെയ്യുന്നത്. കാരണം ഇത് RNA ആണ്, ഇത് DNA ആണ്. അത്രയും ഓർത്തിരുന്നാൽ മതി കേട്ടോ. അപ്പോൾ കോഡിംഗ് സ്ട്രാൻഡ് എന്താണോ ആ കോഡിംഗ് സ്ട്രാൻഡിന്റെ അതേ സീക്വൻസ് ആയിരിക്കും RNA സ്ട്രാൻഡ് ട്രാൻസ്ക്രൈബ് ചെയ്തു വരുന്നതിന്. പക്ഷേ ആ കോഡിംഗ് സ്ട്രാൻഡിന്റെ തൈമിന് പകരം RNA സ്ട്രാൻഡിൽ യുറാസിലായിരിക്കും എന്ന് മാത്രം കേട്ടോ. ഇനി ഈ സ്ട്രാൻഡിനെ കോഡിംഗ് സ്ട്രാൻഡ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ പറയുക, കോഡിംഗ് സ്ട്രാൻഡിന് റെപ്രസെന്റ് ചെയ്യാൻ തന്നെ ഇതുകൊണ്ടാണ് കേട്ടോ. അതായത് അതിന്റെ RNA സിന്തസൈസ് ചെയ്ത് വരുന്ന അതേ സീക്വൻസ് തന്നെ ഉള്ളത് കൊണ്ടാണ് അതിന് കോഡിംഗ് സ്ട്രാൻഡ് എന്ന് പറയുന്നത് കേട്ടോ. ഇനി നമ്മൾ ഇതിനകത്ത് ട്രാൻസ്ക്രിപ്ഷൻ യൂണിറ്റിൽ ഓരോ പോയിന്റും ഡിഫൈൻ ചെയ്യുന്ന കോഡിംഗ് സ്ട്രാൻഡിനെ ബേസ് ചെയ്ത, അതായത് പ്രൊമോട്ടർ എവിടെയാന്ന് ചോദിച്ചാൽ പ്രൊമോട്ടർ ഈസ് പ്രസന്റ് അറ്റ് ദ 5' എൻഡ് ഓഫ് ദ DNA സീക്വൻസ് എന്ന് പറഞ്ഞാൽ 5' എൻഡ് ഓഫ് ദ കോഡിംഗ് സ്ട്രാൻഡ് എന്ന അതിന്റെ അർത്ഥം. അതേപോലെ ടെർമിനേറ്റർ എവിടെയാന്ന് ചോദിച്ചാൽ ഇറ്റ് ഈസ് പ്രസന്റ് അറ്റ് ദ 3' എൻഡ് ഓഫ് ദ DNA എന്ന് പറഞ്ഞാൽ 3' എൻഡ് ഓഫ് ദ കോഡിംഗ് സ്ട്രാൻഡ് ഇത് തന്നെ കോഡിംഗ് സ്ട്രാൻഡ് എന്നാണ് അതിന്റെ അർത്ഥം കേട്ടോ. അതുകൊണ്ട് തന്നെ ഇപ്പൊ ഇവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ദ ടെംപ്ലേറ്റ് സ്ട്രാൻഡ് ATG CATG 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 C അങ്ങനെ വരെ ഒരു ടെംപ്ലേറ്റ് സ്ട്രാൻഡ് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ 5' 3' സ്ട്രാൻഡും കൊടുത്തിട്ടുണ്ട്. ഇനി നോക്കിക്കേ, ഇവിടെ നിന്നുണ്ടാകുന്ന RNA എങ്ങനെയായിരിക്കും? ആ RNAയുടെ സ്ട്രാൻഡ്സ് എങ്ങനെയായിരിക്കും? RNAയുടെ ന്യൂക്ലിയോടൈഡ് എങ്ങനെയായിരിക്കും? സി ഹിയർ, ഈ RNA ഞാൻ ഇവിടെയാണ് എഴുതുന്നത്, ഇത് ഇവിടെയാണ് എഴുതുന്നത്. സി ഹിയർ, ഇവിടെ U ആയിരിക്കും, ഇവിടെ A ആയിരിക്കും അല്ലേ, ഇവിടെ C ആയിരിക്കും,
ഇവിടെ ജി ആയിരിക്കും, ഇവിടെ യു ആയിരിക്കും, ഇവിടെ എന്തായിരിക്കും, ഇവിടെ വന്നിട്ട് എ ആയിരിക്കും അല്ലേ. അതേപോലെ ഇവിടെ സി ആയിരിക്കും, ഇവിടെ ജി ആയിരിക്കും, ഇവിടെ യു ആയിരിക്കും, ഇവിടെ എ ആയിരിക്കും അല്ലേ. ഇവിടെ സി, ഇവിടെ ജി, ഇവിടെ യു, ഇവിടെ എ, ഇവിടെ ജി, ഇവിടെ സി, സോറി ഇവിടെ സി, ഇവിടെ ജി, അതേപോലെ ഇവിടെ എ, സോറി ഇവിടെ യു, ടി വരുന്നിടത്ത് യു ആണ് കേട്ടോ. ഇവിടെ എ ആയിരിക്കും, ഇവിടെ സി ആയിരിക്കും, ഇവിടെ ജി ആയിരിക്കും, ഇവിടെ യു ആയിരിക്കും, ഇവിടെ എ ആയിരിക്കും, ഇവിടെ സി ആയിരിക്കും, ഇവിടെ ജി ആയിരിക്കും. കണ്ടോ, ഇത് ഈ സ്റ്റാൻഡിൽ നോക്കിയേ, ടി എ സി ജി എന്നുള്ള യു എ സി ജി എന്നായി പോയി. ടി എ സി ജി, യു എ സി ജി, യു എ സി ജി, യു എ സി ജി, യു എ സി ജി, ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തല്ലേ വരുന്നത് നോക്കിയേ. അപ്പം അതിനകത്ത് ആ ടി മാത്രം വ്യത്യാസം ഉണ്ടാവുള്ളൂ എന്നോർത്തിരിക്കുക. അതായത് ഇപ്പം നമുക്കൊരു ടെംപ്ലേറ്റ് സ്റ്റാൻഡ് തന്ന് കോഡിംഗ് സ്റ്റാൻഡും തന്നിട്ട് അതിനകത്തുനിന്ന് സിന്തസൈസ് ചെയ്യുന്ന ട്രാൻസ്ക്രൈബ് ചെയ്ത് വരുന്ന RNA സ്റ്റാൻഡ് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതിന് കോംപ്ലിമെന്ററി ഒന്നും എണ്ണി നിൽക്കണ്ട. ആ കോഡിംഗ് സ്റ്റാൻഡിന്റെ ടി അങ്ങോട്ട് മാറ്റിയിട്ട് അവിടെ യു ഇട്ട് കൊടുത്ത് ബാക്കിയെല്ലാം അതേപോലെ തന്നെ എഴുതി വെച്ചാൽ നമുക്ക് എന്ത് കിട്ടി, അതിന്റെ RNA സ്റ്റാൻഡ് കിട്ടി കേട്ടോ. അപ്പൊ അങ്ങനെയാണ് ആ ഡി എൻ എയുടെ ട്രാൻസ്ക്രിപ്ഷൻ നടക്കുന്നത്. അപ്പൊ അത്രയും ഭാഗം ഒന്ന് വായിച്ചു നോക്കിയിട്ട് നമുക്ക് അടുത്ത് പഠിക്കാം. Transcription unit. A transcription unit in DNA is defined primarily by the three regions in the DNA: promoter, structural gene, and a terminator. There is a convention in defining the two strands of the DNA in the structural gene of a transcription unit. Since the two strands have opposite polarity and the DNA-dependent RNA polymerase also catalyze the polymerization in only one direction, that is 5' 3' direction, the strand that has the polarity 3', 5' act as a template and is also referred to as template strand. And ഇവിടെ നമ്മൾ പറയാൻ വിട്ടുപോയ ഒരു പോയിന്റ് ആണ്, ഇത് കാറ്റലൈസ് ചെയ്യുന്ന എൻസൈം RNA polymerase എൻസൈം ആണ്, DNA dependent RNA polymerase ആണ്. കാരണം ഈ DNA-യാണ് പുതിയൊരു RNA സിന്തസൈസ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ഈ RNA പോളിമറൈസ് DNA പോളിമറൈസ് എൻസൈമിനെ പോലെ 5' 3' ഡയറക്ഷനിൽ ഒരു പുതിയ സ്ട്രാൻഡ് സിന്തസൈസ് ചെയ്യുന്നത് കൊണ്ടാണ് ടെംപ്ലേറ്റ് സ്ട്രാൻഡായിട്ട് 3' 5' സ്ട്രാൻഡ് ആക്ട് ചെയ്യുന്നത്. ആ ടെംപ്ലേറ്റ് സ്ട്രാൻഡ് 3' 5' സ്ട്രാൻഡിന് ടെംപ്ലേറ്റ് സ്ട്രാൻഡ് എന്നാണ് റെപ്രസെന്റ് ചെയ്യുന്നത് കേട്ടോ. സോ ഹിയർ ദ അതർ സ്ട്രാൻഡ് വിച്ച് ഹാസ് പൊളാരിറ്റി 5' 3' ആൻഡ് ദ സീക്വൻസ് സെയിം ആസ് RNA എക്സെപ്റ്റ് തൈമിൻ അറ്റ് ദ പ്ലേസ് ഓഫ് യുറാസിൽ ഈസ് ഡിസ്പ്ലേസ്ഡ് ഡ്യൂറിംഗ് ദ ട്രാൻസ്ക്രിപ്ഷൻ. Strangely, this strand which does not code for anything is referred to as coding strand. അതിന്റെ ഓപ്പോസിറ്റ് സ്ട്രാൻഡ് അത് RNA സിന്തസൈസ് ചെയ്ത് വരുന്ന പുതിയ RNA-യുടെ അതേ കോമ്പിനേഷനിൽ ഇരിക്കുന്ന പക്ഷെ തൈമിന് പകരം യുറാസിലുള്ള ആ ഒരു സ്ട്രാൻഡിന് നമ്മൾ കോഡിംഗ് സ്ട്രാൻഡ് എന്നാണ് പറയുന്നത്. ഈവൻ ദോ ഇറ്റ് ഈസ് നോട്ട് കോഡിംഗ് ഫോർ എനി RNA ഓർ സംതിങ്. അതിനകത്ത് RNA ഒന്നും കോഡ് ചെയ്യുന്നില്ലെങ്കിൽ കൂടി അതിനെ കോഡിംഗ് സ്ട്രാൻഡ് എന്ന് പറയാനുള്ള കാരണം സിന്തസൈസ് ചെയ്ത് വരുന്ന RNA ഈ സ്ട്രാൻഡിനെ പോലെ തന്നെ ഇരിക്കുന്നതുകൊണ്ടാണ്. ഓൾ ദ റെഫറൻസ് പോയിന്റ് വൈൽ ഡിഫൈനിങ് എ ട്രാൻസ്ക്രിപ്ഷൻ യൂണിറ്റ് ഈസ് മെയ്ഡ് വിത്ത് കോഡിംഗ് സ്ട്രാൻഡ്. ഈ ട്രാൻസ്ക്രിപ്ഷൻ യൂണിറ്റിന്റെ ഏത് റെഫറൻസ് പോയിന്റ് പറയുന്നതും കോഡിംഗ് സ്ട്രാൻഡിനെ ബേസ് ചെയ്തിട്ടാണ്. ടു എക്സ്പ്ലെയിൻ ദ പോയിന്റ്, എ ഹൈപ്പോത്തറ്റിക്കൽ സീക്വൻസ് ഫ്രം എ ട്രാൻസ്ക്രിപ്ഷൻ യൂണിറ്റ് ഈസ് റെപ്രസെന്റഡ് ബിലോ. അത് താഴെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അതായത് അതിന്റെ പ്രൊമോട്ടർ സീക്വൻസ് വന്നിട്ട് പ്രൊമോട്ടർ സീക്വൻസ് ഇരിക്കുന്നത് അതിന്റെ 5' എൻഡ് ഓഫ് ദ DNA എന്ന് പറയുന്നത് 5' എൻഡ് ഓഫ് ദ കോഡിംഗ് സ്ട്രാൻഡ് എന്നാണ്. അതേപോലെ ടെർമിനേറ്റർ സീക്വൻസ് ഇരിക്കുന്നത് അതിന്റെ 3' എൻഡിലായിട്ടായിരിക്കും. പ്രൊമോട്ടർ സീക്വൻസും ടെർമിനേറ്റർ സീക്വൻസിനാലും ഫ്ലാങ്ക് ചെയ്യപ്പെട്ട രീതിയിലാണ് സ്ട്രക്ചറൽ ജീൻ കാണുന്നത്. കണ്ടോ, ഇത് പ്രൊമോട്ടറും ഇത് ടെർമിനേറ്ററും ഇതിന്റെ ഇടയിലായിട്ടാണ് എന്ത് കാണുന്നത്, സ്ട്രക്ചറൽ ജീൻ കാണുന്നത്. ഈ പ്രൊമോട്ടർ 5' എൻഡ് ഓഫ് അല്ലെങ്കിൽ അപ്സ്ട്രീം ഓഫ് ദ സ്ട്രക്ചറൽ ജീനിലാണ് കാണുന്നത്. സ്ട്രക്ചറൽ ജീനിന് മുമ്പായിട്ട് പ്രൊമോട്ടർ 5' എൻഡ് ഓഫ് ദ കോഡിംഗ് സ്ട്രാൻഡിലാണ് കാണുന്നത്. ആ DNA സീക്വൻസ് അത് RNA പോളിമറൈസിന്റെ ബൈൻഡിങ് സൈറ്റ് കൊടുക്കുന്നതാണ് കേട്ടോ. ഏത്, പ്രൊമോട്ടർ റീജിയൻ. അപ്പോൾ പ്രൊമോട്ടർ റീജിയൻ ആണ് RNA പോളിമറൈസ് എൻസൈമിന്റെ ബൈൻഡിങ് സൈറ്റ് കൊടുക്കുന്നത്. അതായത് RNA പോളിമറൈസ് വന്ന് ബൈൻഡ് ചെയ്യുന്ന ഈ റീജിയനിലാണ് കേട്ടോ. നമ്മൾ ഓൾറെഡി പറഞ്ഞു ഈ പ്രൊമോട്ടറും ടെർമിനേറ്ററും കോഡിംഗ് സ്ട്രാൻഡിനെ ബേസ് ചെയ്തിട്ടാണ്. ഇതിവിടെ എഴുതി വെച്ചിട്ടുണ്ട്, ഞാൻ രണ്ടാമത് പറയാത്തതുകൊണ്ടാണ് അതൊന്ന് സൂചിപ്പിച്ചത് കേട്ടോ. അപ്പോൾ DNA സീക്വൻസിൽ RNA പോളിമറൈസിന്റെ ബൈൻഡിങ് സൈറ്റ് കൊടുക്കുന്നത് ആരാണ്, പ്രൊമോട്ടറാണ്. അത് ഈ പ്രൊമോട്ടറിലാണ് ട്രാൻസ്ക്രിപ്ഷൻ യൂണിറ്റിന്റെ സ്റ്റാർട്ടിംഗ് എന്ന് പറയുന്നത്. അത് എന്താണ്, കോഡിംഗ് സ്ട്രാൻഡും അതേപോലെ തന്നെ ടെംപ്ലേറ്റ് സ്ട്രാൻഡും ഏതാണെന്ന് ഡിഫൈൻ ചെയ്യുന്ന പ്രൊമോട്ടറാണ്. ഇപ്പോൾ പ്രൊമോട്ടർ ഈ ഭാഗത്തായി ഇരിക്കുന്നെങ്കിൽ ഏതാണ് കോഡിംഗ് സ്ട്രാൻഡ് എന്ന് പറയുന്നത്, ഇതാണ് കോഡിംഗ് സ്ട്രാൻഡ്, ഇതാണ് ടെംപ്ലേറ്റ് സ്ട്രാൻഡ്. അപ്പോൾ പ്രൊമോട്ടർ എവിടെയാണോ ഇരിക്കുന്നത് അതനുസരിച്ചാണ് കോഡിംഗ് സ്ട്രാൻഡും അതുപോലെ
കോഡിംഗ് സ്ട്രാൻഡും അതുപോലെ ടെംപ്ലേറ്റ് സ്ട്രാൻഡും ഡിഫൈൻ ചെയ്യുന്നത്. ടെർമിനേറ്റർ കാണുന്നത് അതിന്റെ 3' എൻഡ് ഡൗൺ സ്ട്രീം ഓഫ് ദ കോഡിംഗ് സ്ട്രാൻഡിലാണ്. കോഡിംഗ് സ്ട്രാൻഡിന്റെ ഡൗൺ സ്ട്രീമിലായിട്ടാണ്, അത് കഴിഞ്ഞിട്ടാണ് എന്ത് കാണുന്നത്, അതിന്റെ 3' എൻഡ് അല്ലെങ്കിൽ ടെർമിനേറ്റർ കാണുന്നത്. കോഡിംഗ് സ്ട്രാൻഡിന്റെ 3' എൻഡിലാണ് ടെർമിനേറ്റർ കാണുന്നത് കേട്ടോ. അതുപോലെ തന്നെ ചില റെഗുലേറ്ററി സീക്വൻസസും ഉണ്ടാവും ഈ പറയുന്ന ട്രാൻസ്ക്രിപ്ഷൻ യൂണിറ്റിൽ. ആ റെഗുലേറ്ററി സീക്വൻസ് പ്രൊമോട്ടറിന് അപ്സ്ട്രീം ആയിട്ടോ അല്ലെങ്കിൽ പ്രൊമോട്ടറിന് ഡൗൺ സ്ട്രീം ആയിട്ടൊക്കെയാണ് കാണാറുള്ളത്. നമുക്കിവിടെ ഒരു ജീൻ എക്സ്പ്രഷൻ്റെ റെഗുലേഷൻ പഠിക്കുമ്പോൾ നമ്മളത് കാണുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഈ ഒരു പാരഗ്രാഫ് നമുക്ക് വായിച്ചു നോക്കാം. ദ പ്രൊമോട്ടർ ആൻഡ് ടെർമിനേറ്റർ ഫ്ലാങ്ക് ദ സ്ട്രക്ചറൽ ജീൻ. പ്രൊമോട്ടറും ടെർമിനേറ്ററിനാലും ഫ്ലാങ്ക് ചെയ്യപ്പെട്ട രീതിയിലാണ് സ്ട്രക്ചറൽ ജീൻ കാണുന്നത്, അതിൻ്റെ രണ്ടിനും ഇടയിലായിട്ട്. ദ പ്രൊമോട്ടർ ഈസ് സെറ്റ് ടു ബി ലൊക്കേറ്റഡ് ടുവേഴ്സ് ദ 5' എൻഡ് ഓഫ് ദ സ്ട്രക്ചറൽ ജീൻ or upstream of the structural gene. The reference is made with respect to the polarity of coding strand. കോഡിംഗ് സ്ട്രാൻഡിന്റെ പൊളാരിറ്റി വെച്ച് 5' എൻഡിലായിട്ടാണ് പ്രൊമോട്ടർ കാണുന്നത്. പ്രൊമോട്ടർ സ്ട്രക്ചറൽ ജീനിന് അപ്സ്ട്രീം ആയിട്ടാണ് കാണുന്നത്, സ്ട്രക്ചറൽ ജീനിന് മുമ്പായിട്ടാണ് കാണുന്നത്. ഇറ്റ് ഈസ് എ DNA സീക്വൻസ് ദാറ്റ് പ്രൊവൈഡ് ബൈൻഡിംഗ് സൈറ്റ് ഫോർ RNA polymerase and it is the presence of a promoter in a transcription unit that also define the template and coding strand. അതായത് ഈ പ്രൊമോട്ടർ എവിടെയാണോ ഇരിക്കുന്നത് അത് ആണ് ടെംപ്ലേറ്റ് സ്ട്രാൻഡ് ഏതാണ് കോഡിംഗ് സ്ട്രാൻഡ് ഏതാണെന്ന് ഡിസൈഡ് ചെയ്യുന്നത്. ഇപ്പം പ്രൊമോട്ടർ ഇവിടെ ഇരിക്കുന്നെങ്കിൽ ഈ ടെംപ്ലേറ്റ് സ്ട്രാൻഡ് എന്ന് പറയുന്നത് ഇതായിരിക്കും, കോഡിംഗ് സ്ട്രാൻഡ് ഇതായിരിക്കും. അതേസമയം പ്രൊമോട്ടർ ഇതാ ഇവിടെ ഇരിക്കുന്നെങ്കിൽ ടെംപ്ലേറ്റ് സ്ട്രാൻഡ് എന്ന് പറയുന്നത് ഇതും കോഡിംഗ് സ്ട്രാൻഡ് ഇതും ആവുമായിരുന്നു. അപ്പോൾ ടെംപ്ലേറ്റ് സ്ട്രാൻഡും കോഡിംഗ് സ്ട്രാൻഡും ഡിസൈഡ് ചെയ്യുന്നത് പ്രൊമോട്ടറിന്റെ പൊസിഷനാണ് കേട്ടോ. അതേപോലെ പ്രൊമോട്ടറാണ് RNA പോളിമറൈസ് അല്ലെങ്കിൽ പോളിമറൈസേഷന് വേണ്ടിയിട്ടുള്ള എൻസൈം അറ്റാച്ച് ചെയ്യാനുള്ള പ്ലേസ് കൊടുക്കുന്നത് കേട്ടോ. ഇനി by switching its position with the terminator, the definition of coding and template strand could be reversed. നമ്മൾ ഓൾറെഡി പറഞ്ഞു, പ്രൊമോട്ടർ ഇങ്ങോട്ട് മാറി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ടെംപ്ലേറ്റ് സ്ട്രാൻഡും ഇത് കോഡിംഗ് സ്ട്രാൻഡുമായിട്ട് മാറും എന്ന് പറഞ്ഞു. The terminator is located towards 3' end of the coding strand and it usually defines the end of the process of transcription. Transcription process end ചെയ്യുന്നത് ടെർമിനേറ്റർ റീജിയനിലാണ്. ടെർമിനേറ്റർ റീജിയൻ ഇരിക്കുന്നത് 3' end of the coding strandലാണ്. There are other downstream of the structural gene ആണ്, structural gene കഴിഞ്ഞിട്ടാണ്. There are additional regulatory sequence that may be present further upstream or downstream to the promoter. പ്രൊമോട്ടറിന്റെ മുമ്പോ പ്രൊമോട്ടറിന് ശേഷമോ അഡീഷണൽ ആയിട്ടുള്ള റെഗുലേറ്ററി സീക്വൻസസും കാണാറുണ്ട്. Some of the properties of these sequence shall be discussed while dealing with the regulation of gene expression. Regulation of gene expression എന്ന് പറയുന്ന ടോപ്പിക് നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് ആ റെഗുലേറ്ററി സീക്വൻസിനെ പറ്റിയിട്ട് കൂടുതലായിട്ട് പഠിക്കാം കേട്ടോ. ഇനി നമുക്ക് ട്രാൻസ്ക്രിപ്ഷൻ യൂണിറ്റ് ആൻഡ് ജീൻസ് ആണ് പഠിക്കാനുള്ളത്.